ഒരു കഥ പറയാം. കഥയുടെ പേര് ചതിക്കുന്ന ChatGPT. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മീൻ വറുത്തതായിരുന്നു. ഒരു 2:30 സമയമായപ്പോൾ കുറച്ച് ലേറ്റായി. മീൻ വറുത്തത് കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു മുള്ളി ഇങ്ങനെ പയ്യെ ഇങ്ങനെ തൊണ്ടയിൽ ഇറങ്ങിപ്പോകുന്നു എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണി 6 മണി സമയമാകുമ്പോഴേക്കും ഇങ്ങനെ നെഞ്ചിലൊരു കെട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കനം പോലെ ഫീൽ ചെയ്യില്ലേ, അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 7 മണി ആയപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു പനി വരുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വളരെ സ്നേഹത്തിൽ ChatGPTയോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഓരോ സിംറ്റം വരുന്നുണ്ട്, എന്തായിരിക്കും ഏകദേശം ഒരു ഊഹമുണ്ടോ? അപ്പോൾ ChatGPT ഒറ്റയടിക്ക് തന്നെ ഇപ്പം തന്നെ തട്ടിപ്പോകാൻ വേഗം എമർജൻസി പൊക്കോ. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, എന്താ കാര്യം, എന്താ പ്രശ്നം എന്താണെന്ന് പറയൂ. അപ്പോൾ പറഞ്ഞു, മുള്ളു ചിലപ്പോൾ ഈസോഫാഗസിന് ഉള്ളിൽ കൂടെ കയറി ശ്വാസകോശത്തിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം പനി വരുന്നത്, ഇപ്പം തന്നെ തട്ടിപ്പോകും, വേഗം എമർജൻസി പൊക്കോ. ശരിക്കും പേടിച്ചു. അപ്പോൾ ഇവിടെ അടുത്തുള്ള ക്ലിനിക്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ENT ഇല്ല, അതുകൊണ്ട് വേറെ ക്ലിനിക്ക് പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഖലീഫ സിറ്റിയിലുള്ള യാസിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരും പറഞ്ഞു ENT ഇല്ല, NMCയിൽ പോകണമെന്ന് പറഞ്ഞു. NMCയിൽ പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 10-30 ആൾക്കാർ എല്ലാവരും നെഞ്ചും പിടിച്ച് ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും അവരുടെ നടുവിൽ പോയി നെഞ്ചും പിടിച്ചിരുന്നു. അതിനിടയിൽ എനിക്കിങ്ങനെ പല തോട്ട്സ് പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ തട്ടിപ്പോവും, ഇനി എന്ത് ചെയ്യും ഞാൻ, ഈശ്വരൻ എൻ്റെ കുട്ടികൾ, എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ ഇവിടെ പിടിച്ച് എത്തിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്, ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. അവിടെ കുറേ നേരം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഒരു 9 മണിയായി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ വൈറ്റൽസ് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബെഡ് വന്നു. പിന്നെ ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു. അത് കഴിഞ്ഞിട്ട് 1 ലിറ്റർ ബ്ലഡ് ഊറ്റിക്കൊണ്ട് പോയി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് എക്സ്റേ എടുക്കാൻ പോയപ്പോൾ എന്തോ ചോദിച്ചപ്പോൾ വീണ്ടും എനിക്ക് ടെൻഷനായി. പിന്നെ വീണ്ടും വന്ന് തിരിച്ചു വന്ന ബെഡിൽ ഞാൻ ഒറ്റയ്ക്ക് രാത്രി 1 മണിക്ക് കിടക്കുകയാണ്. ഒരു 1 മണി 1:30 ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിൽ പൊക്കാമെന്ന്. അങ്ങനെ 1:30-1:45 സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇവിടെ വീട്ടിലേക്ക് തിരിച്ച് വന്ന് കയറിയിട്ട് ഈ പണ്ണ ChatGPT എടുത്ത് ഞാൻ ചോദിച്ചു, ഹായ് ChatGPT, ഐ ആം ബാക്ക്. ഒന്നും അറിയാത്തതുപോലെ ഹായ് നിവേദ, വെൽക്കം ബാക്ക്, വാട്ട് ഹാപ്പൻഡ് എന്ന്. ദയവ് ചെയ്ത് ഗൂഗിൾ വല്ലതും ചെയ്യണം, ChatGPT എടുത്ത് ചോദിക്കരുത്.